ഹലോ ഡിയേഴ്സ്, ആക്സസ് PSC ഓൺലൈനിൻ്റെ ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബുദ്ധിശക്തി എന്ന യൂണിറ്റിൽ നിന്നും LP UP കേട്ടറ്റ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 60 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആക്സസ് PSC ഓൺലൈനിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള ക്ലാസുകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് സിറിൽ ബർട്ടാണ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം, അമൂർത്ത ചിന്തക്കുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത് ഇതാരുടെ വാക്കുകളാണ്? അമൂർത്ത ചിന്തക്കുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത് ഇത് ബിനെയുടെ വാക്കുകളാണ്. മൂന്നാമത്തെ ചോദ്യം, ബുദ്ധിയുടെ ഏകഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ബുദ്ധിയുടെ ഏകഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? വെഷ്ലർ. നാലാമത്തെ ചോദ്യം, ബുദ്ധിയുടെ ABC സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ബുദ്ധിയുടെ ABC സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹെബ്ബ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, ബുദ്ധിയുമായി ബന്ധപ്പെട്ട് സ്റ്റേൺബർഗ് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട് സ്റ്റേൺബർഗ് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ത്രിമാന സിദ്ധാന്തം. ആറാമത്തെ ചോദ്യം, ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ബീനെ. ഏഴാമത്തെ ചോദ്യം, ആൽഫ്രഡ് ബിനെയുടെ ബുദ്ധിശോധകങ്ങൾ ലോകപ്രസിദ്ധമാക്കിയത് ആര്? ടെർമാൻ ആൻഡ് മെറിൻ. ടെർമാനും മെറിനുമാണ് ആൽഫ്രഡ് ബിനെയുടെ ബുദ്ധിശോധകങ്ങൾ ലോകപ്രസിദ്ധമാക്കിയത്. എട്ടാമത്തെ ചോദ്യം, WAIS ഏത് തരം ശോധകമാണ്? WAIS എന്നത് ഏകവ്യക്തി പരീക്ഷയാണ്. ഒൻപതാമത്തെ ചോദ്യം, IQ = MA/CA × 100 എന്ന സൂത്രവാക്യം നിർദ്ദേശിച്ചത് ആര്? വില്യം സ്റ്റേൺ. വില്യം സ്റ്റേൺ ആണ് IQ = MA/CA × 100 എന്ന സൂത്രവാക്യം ആദ്യമായി നിർദ്ദേശിച്ചത്. പത്താമത്തെ ചോദ്യം, വാദപ്രതിവാദം, ചർച്ച, സെമിനാർ തുടങ്ങിയവയുടെ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നതിലൂടെ വികസിപ്പിക്കാവുന്ന ബുദ്ധിശക്തി ഏത്? ചോദ്യം ഒന്നും കൂടെ പറയാം. വാദപ്രതിവാദം, ചർച്ച, സെമിനാർ തുടങ്ങിയവയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലൂടെ വികസിപ്പിക്കാവുന്ന ബുദ്ധിശക്തി ഏത്? ഉത്തരം ദർശന ബുദ്ധി. 11ാമത്തെ ചോദ്യം,
പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ശാസ്ത്രീയമായ അപഗ്രഥനത്തിനും ആഗമന നിഗമന ചിന്തകൾക്കും അടിസ്ഥാനമായി വർത്തിക്കുന്ന ബുദ്ധി. പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ശാസ്ത്രീയമായ അപഗ്രഥനത്തിനും ആഗമന നിഗമന ചിന്തകൾക്കും അടിസ്ഥാനമായി വർത്തിക്കുന്ന ബുദ്ധി ഏത് എന്നാണ് ഉത്തരം. യുക്തിപര ബുദ്ധി. 12ാമത്തെ ചോദ്യം, പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക, ചെടികളുടെയും മൃഗങ്ങളുടെയും സവിശേഷ സ്വഭാവങ്ങൾ നിരീക്ഷിച്ച് വർഗീകരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏതുതരം ബുദ്ധിയെയാണ് വികസിപ്പിക്കുന്നത്? പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക, ചെടികളുടെയും മൃഗങ്ങളുടെയും സവിശേഷ സ്വഭാവങ്ങൾ നിരീക്ഷിച്ച് വർഗീകരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏതുതരം ബുദ്ധിയെയാണ് വികസിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അതിന് ഉത്തരമായി വരുന്നത് ഗണിതപര ബുദ്ധി. 13ാമത്തെ ചോദ്യം, അപഗ്രഥനം, പ്രശ്നനിർദ്ധാരണം, ചാർട്ടുകൾ, പട്ടികകൾ തുടങ്ങിയവയുടെ നിർമ്മിതി, നിരീക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏതുതരം ബുദ്ധിയെയാണ് വികസിപ്പിക്കുന്നത്? അപഗ്രഥനം, പ്രശ്നനിർദ്ധാരണം, ചാർട്ടുകൾ, പട്ടികകൾ തുടങ്ങിയവയുടെ നിർമ്മിതി, നിരീക്ഷണം തുടങ്ങിയവ ഏതുതരം ബുദ്ധിയെയാണ് വികസിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഗണിതപര ബുദ്ധി. 14ാമത്തെ ചോദ്യം, ശരിയായ അനുപാതക്രമം പാലിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ വികസിക്കാവുന്ന ബുദ്ധി ഏത്? ശരിയായ അനുപാതക്രമം പാലിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ വികസിക്കാവുന്ന ബുദ്ധി സ്ഥലപര ബുദ്ധിയാണ്. സ്ഥലപര ബുദ്ധി. 15ാമത്തെ ചോദ്യം, പോസ്റ്ററുകൾ, മാതൃകകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉതകുന്ന ബുദ്ധിശക്തി ഏത്? പോസ്റ്ററുകൾ, മാതൃകകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉതകുന്ന ബുദ്ധി സ്ഥലപര ബുദ്ധിയാണ്. 16ാമത്തെ ചോദ്യം, പാഠ്യവസ്തു കൈകാര്യം ചെയ്യുന്നതിനിടക്ക് സഹകരണ പഠനവും കൂട്ടുപങ്കാളിത്തത്തോടുള്ള പഠനവും അനുവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ഏത് തരം ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നു? പാഠ്യവസ്തു കൈകാര്യം ചെയ്യുന്നതിനിടക്ക് സഹകരണ പഠനവും കൂട്ടുപങ്കാളിത്തത്തോടുള്ള പഠനവും അനുവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ഏതു തരം ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം വ്യക്തി പാരസ്പര്യ ബുദ്ധി. വ്യക്തി പാരസ്പര്യ ബുദ്ധിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. 17ാമത്തെ ചോദ്യം, സമൂഹത്തിലെ ദൈനംദിന പ്രശ്നങ്ങളെ ആസ്പദമാക്കി വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടത്തിയാൽ വികസിക്കാവുന്ന ബുദ്ധിശക്തി? സമൂഹത്തിലെ ദൈനംദിന പ്രശ്നങ്ങളെ ആസ്പദമാക്കി വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടത്തിയാൽ വികസിക്കാവുന്ന ബുദ്ധിശക്തി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി. 18ാമത്തെ ചോദ്യം, ആന്തരികമായ അഭിപ്രേരണ, ഉത്തരവാദിത്വ ബോധം തുടങ്ങിയവ ഏത് തരം ബുദ്ധിശക്തിയുടെ സവിശേഷതകളാണ്? ആന്തരികമായ അഭിപ്രേരണ, ഉത്തരവാദിത്വ ബോധം തുടങ്ങിയവ വ്യക്ത്യാന്തര ബുദ്ധിശക്തിക്ക് ഉദാഹരണമാണ്. 19ാമത്തെ ചോദ്യം, പെട്ടെന്ന് പ്രസംഗിക്കാനും സർഗാത്മകത രചനകളിൽ ഏർപ്പെടാനും മറ്റും അവസരം നൽകിയാൽ വികസിക്കാവുന്ന ബുദ്ധിശക്തി ഏത്? പെട്ടെന്ന് പ്രസംഗിക്കാനും സർഗാത്മക രചനകളിൽ ഏർപ്പെടാനും മറ്റും അവസരം നൽകിയാൽ വികസിക്കാവുന്ന
ബുദ്ധി ഏത്? ഉത്തരം വ്യക്ത്യാന്തര ബുദ്ധി. പെട്ടെന്ന് പ്രസംഗിക്കാനും സർഗാത്മക രചനകളിൽ ഏർപ്പെടാനും മറ്റും അവസരം നൽകിയാൽ വികസിക്കാവുന്നത് വ്യക്ത്യാന്തര ബുദ്ധിയാണ്. 20ാമത്തെ ചോദ്യം. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം സൂക്ഷ്മാംശങ്ങളെ തികച്ചും നൂതനമായ വിധം സജ്ജീകരിച്ച് അതിൻ്റെ മൂല്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കാനുള്ള കഴിവാണ് ചോദ്യമൊരിക്കൽ കൂടി പറയാം. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം സൂക്ഷ്മാംശങ്ങളെ തികച്ചും നൂതനമായ വിധം സജ്ജീകരിച്ച് അതിൻ്റെ മൂല്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കാനുള്ള കഴിവാണ് ഡാഷ്. ഉത്തരം സർഗപ്രതിഭ. 21ാമത്തെ ചോദ്യം. സർഗാത്മക ചിന്തയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? പ്രസരണം സർഗാത്മക ചിന്തയിൽ ഉൾപ്പെടുന്നില്ല. മുന്നൊരുക്കം, അടയിരിക്കൽ, ഉദ്ദീപനം എന്നിവ സർഗാത്മക ചിന്തയിൽ ഉൾപ്പെടുന്നതാണ്. 22ാമത്തെ ചോദ്യം. സർഗാത്മക ചിന്തയുടെ സർവപ്രധാനമായ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? സർഗാത്മക ചിന്തയുടെ സർവപ്രധാനമായ പ്രക്രിയ വ്യതിരിക്ത ചിന്ത എന്നാണ് അറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യം. സർഗപ്രതിഭരുടെ ചിന്തയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നിലനിർത്തൽ ആണ് സർഗപ്രതിഭരുടെ ചിന്തയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. അനന്തമായ ചിന്താധാര, അയവുള്ള സമീപനം, തനിമ എന്നിവ സർഗപ്രതിഭരുടെ ചിന്തയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് നിലനിർത്തൽ. 24ാമത്തെ ചോദ്യം. അനുകൂലമായ സാഹചര്യവും പരിപോഷണവും ലഭിച്ചാൽ ഭാവിയിൽ നേടാവുന്ന സിദ്ധികളെക്കുറിച്ചുള്ള നാന്ദിയായി ഇപ്പോൾ വ്യക്തിയിൽ നിരീക്ഷിക്കാവുന്ന സവിശേഷതകളാണ് ഡാഷ്. അനുകൂലമായ സാഹചര്യവും പരിപോഷണവും ലഭിച്ചാൽ ഭാവിയിൽ നേടാവുന്ന സിദ്ധികളെക്കുറിച്ചുള്ള നാന്ദിയായി ഇപ്പോൾ വ്യക്തിയിൽ നിരീക്ഷിക്കാവുന്ന സവിശേഷതകളാണ് അഭിക്ഷമത. 25ാമത്തെ ചോദ്യം. BLAT ഏത് വിഭാഗം കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ശോധകമാണ്? BLAT കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വൈകല്യമുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ശോധകമാണ്. BLAT. 26ാമത്തെ ചോദ്യം. നിലവിലെ പാഠ്യപദ്ധതിക്ക് പിന്നിലെ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത്? നിലവിലെ പാഠ്യപദ്ധതിക്ക് പിന്നിലെ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡ്നർ ആണ്. ഹൊവാർഡ് ഗാർഡ്നർ. 27ാമത്തെ ചോദ്യം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഹൊവാർഡ് ഗാർഡ്നർ. 28ാമത്തെ ചോദ്യം. ഹൊവാർഡ് ഗാർഡ്നറുടെ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം? 1983. ഹൊവാർഡ് ഗാർഡ്നറുടെ ബുദ്ധി സിദ്ധാന്തം
ആവിഷ്കരിച്ച വർഷം 1983. 29ാമത്തെ ചോദ്യം, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഹൊവാർഡ് ഗാർഡനർ. ഹൊവാർഡ് ഗാർഡനറുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്. 30ാമത്തെ ചോദ്യം, പുതുക്കിയ പാഠ്യപദ്ധതിയിൽ അധ്യാപകൻ്റെ റോളിൽ ഉൾപ്പെടാത്തത്? നല്ല സംഘാടകൻ, സഹഗവേഷകൻ, ഏകാധിപതി, വഴികാട്ടി. ഇതിൽ പുതുക്കിയ പാഠ്യപദ്ധതിയിൽ അധ്യാപകൻ്റെ റോളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഏകാധിപതി. നല്ല സംഘാടകൻ, സഹഗവേഷകൻ, വഴികാട്ടി എന്നിവയെല്ലാം അധ്യാപകൻ്റെ റോളിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഏകാധിപതി എന്ന ആശയം ഇതിൽ പെടുന്നില്ല.